ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം തേർഡ് സെമിസ്റ്ററിലെ GST എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഷോർട്ട് ആൻസേഴ്സൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റ് റെഫർ ചെയ്തേക്കുന്നത് ഓതേഴ്സ് ആരാന്ന് വെച്ചാൽ ഡോക്ടർ കൃഷ്ണകുമാർ UR എന്ന് പറഞ്ഞതും പിന്നെ നിഷ ജോസഫ് എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരുടെയും ടെക്സ്റ്റാണ് GSTൻ്റെ. അപ്പോൾ ഞാൻ ടെക്സ്റ്റിൻ്റെ പിക്ചർ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുമ്പോൾ അവിടെ കൊടുത്തേക്കാം, നിങ്ങൾ അത് നോക്കുക. ഞാൻ ആ ഒരു ടെക്സ്റ്റ് ബേസിലാണ് പേജ് നമ്പറൊക്കെ ചില ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ ബേസിലാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അതേപോലെ ഞാൻ പറയണ എല്ലാ ക്വസ്റ്റ്യൻസൊക്കെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട ക്വസ്റ്റ്യൻസൊക്കെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് GST ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് SGST, CGST എക്സെട്ര. ഇമ്പോർട്ടൻ്റ് ആണ്, GSTൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ essay വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ GST കൗൺസിൽ, ഇമ്പോർട്ടൻറ്റ് essay ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ GSTIN 2 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, അത് പഠിക്കുക. മേജർ ഡെഫിനിഷൻ ഇൻക്ലൂഡിങ് റിലേറ്റഡ് പാർട്ടി പഠിക്കുക. സപ്ലൈ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്ലൈസ് ഉണ്ട്, അതിൽ മിക്സഡ് സപ്ലൈയും കോമ്പോസിറ്റ് സപ്ലൈയും 2 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, അത് പഠിച്ചിട്ട് പോവുക. ആൻഡ് ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, essay ക്വസ്റ്റ്യൻ ആണ്, അതെന്തായാലും പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അപ്പോർച്ച്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ്സ് ആൻഡ് ബ്ലോക്കഡ് ക്രെഡിറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതും പഠിക്കുക. ഇതിൽ ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് പഠിക്കുക. ആൻഡ് റിവേഴ്സൽ ആൻഡ് മാച്ചിങ് ഓഫ് ITC പഠിക്കുക. ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് പഠിക്കുക. ലെഡ്ജേഴ്സ് പഠിക്കുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 5 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് വൗച്ചേഴ്സും ലെഡ്ജേഴ്സും അതൊക്കെ പഠിക്കുക. അതേപോലെ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഇത് മസ്റ്റായിട്ടും പഠിക്കണം. എന്ന് വെച്ചാൽ essay ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്. ഞാനവിടെ പേജ് നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കിയിട്ട് പഠിക്കുക. ആൻഡ് മാച്ചിങ് റിവേഴ്സൽ അത് പഠിക്കുക. പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് GST 5 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, അത് പഠിക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ GST കമ്പോസിഷൻ സ്കീമും അതിൻ്റെ റൂൾസൊക്കെ പഠിക്കുക. ടൈപ്സ് ഓഫ് സപ്ലൈസ് പഠിക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്ലൈസ് ഉണ്ട്, അതിന് 2 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള 2 സപ്ലൈസ് ഞാൻ പറഞ്ഞു. ആൻഡ് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പഠിക്കുക. ആൻഡ് റിവേഴ്സ് ചാർജ് മെക്കാനിസം പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ഓഫ് സപ്ലൈൻ്റെ കാൽക്കുലേഷൻ പഠിക്കുക. ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈൻ്റെയും കാൽക്കുലേഷൻ, ഇത് രണ്ടിൻ്റെയും കാൽക്കുലേഷൻ അങ്ങനെ വരില്ല, ഫുൾ തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കുള്ളൂ വരാം. എന്നാലും 2 ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ വന്നാൽ അതെന്തായാലും ഒന്ന് പഠിച്ചിട്ട് പോവുക, ഈസിയാണ്, പഠിച്ചിട്ട് പോവുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ടൈപ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പിന്നെയും പറയുന്നു, സപ്ലൈൻ്റെ ടൈപ്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് പഠിക്കുക. ആൻഡ് CBIC പേജ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, 36 ആണ്, അത് പഠിക്കുക. പിന്നെ ഞാനിവിടെ പിന്നെയൊക്കെ 2 മാർക്സിനും ഞാൻ പറയാം, RNR പഠിക്കുക. പേജ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക. ITC ഇൻ ഡീറ്റെയിൽസ്, അത് ഞാൻ അതിൻ്റെ ഷോർട്ട് നോട്ട് കൊടുക്കാം. അസസ്മെൻറ്റ് പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അസസ്മെൻറ്റ് പഠിക്കുക. ആൻഡ് essay ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് അസസ്മെൻറ്റ്. GST രജിസ്ട്രേഷൻ, അതിൻ്റെ പ്രൊസീജിയേഴ്സും ക്യാൻസലേഷനൊക്കെ പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. essay 5 മാർക്സിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. GST രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സും ക്യാൻസലേഷനൊക്കെ പഠിക്കുക. ആൻഡ് GST റിട്ടേണും അതിൻ്റെ ടൈപ്സും പഠിക്കുക. പിന്നെ വേ ബില്ല്, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, essay ക്വസ്റ്റ്യൻ തന്നെയാണ്. വേ ബില്ല് പഠിക്കുക. പിന്നെ ലീഗൽ പ്രൊവിഷൻസ്, ജനറൽ പ്രൊവിഷൻസും, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, എന്തായാലും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ. ആൻഡ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടും വരാൻ ചാൻസ് ഉള്ള 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് GST,
ഡയറക്റ്റ് ടാക്സ് നോക്കുക, ഇൻഡയറക്റ്റ് ടാക്സ് നോക്കുക, അതേപോലെ GST കൗൺസിൽ നോക്കുക, അതേപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നോക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് GSTIN അത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് റവന്യൂ ന്യൂട്രൽ റേറ്റ് പഠിക്കുക. RNR ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 2 മാർക്സിന്, അത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് റിവേഴ്സ് ചാർജ് മെക്കാനിസം അത് പഠിക്കുക. കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ, സീറോ റേറ്റഡ് സപ്ലൈ ഇത് പഠിക്കുക. 2 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതും 5 മാർക്സിനും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും പഠിക്കുക. ആൻഡ് ഡിഫൈൻ സപ്ലൈ, വാട്ട് ഡു യു മീൻ ബൈ ടൈം ഓഫ് സപ്ലൈ. ആൻഡ് ITC പറയല്ലേ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, വാട്ട് ഡു യു മീൻ ബൈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പഠിക്കുക. വാട്ട് ഡു യു മീൻ ബൈ വേ ബിൽ, ഇത് 5 മാർക്സിനും 2 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിക്കണം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് TDS എന്താ, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അത് പഠിക്കുക. വാട്ട് ഡു യു മീൻ ബൈ ടാൻ എന്താ, ടാക്സ് ഡിഡക്റ്റഡ് അക്കൗണ്ട് നമ്പർ അത് പഠിക്കുക. ആൻഡ് ഇതൊക്കെ 2 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവോയ്സ് ഇൻ GST പഠിക്കുക. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് 5 ടൈപ്സ് ഉണ്ട്, അത് പഠിക്കുക. GST ഇൻവോയ്സ്, ബിൽസ് ഓഫ് സപ്ലൈ, ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്സ്, സപ്ലിമെൻ്ററി ഇൻവോയ്സ്, വൗച്ചേഴ്സ് അത് പഠിക്കുക. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഞാൻ ഷോർട്ടായിട്ട് കൊടുത്തേക്കാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് അത് പഠിക്കുക. ഞാനൊരു 5 അസസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ പഠിക്കുക. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ മൊഡ്യൂൾസിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഷോർട്ട് നോട്ട്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇനിയും എന്തെങ്കിലും സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിലും അതും പറയാം. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.